നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ തോൽവി നേരിട്ടതിന് പിന്നാലെ CPM കനത്ത തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പഴിചാരി കളിക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനം ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്നാണ് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ പോലും വിമർശനങ്ങൾ ഉയർത്തുന്നത്. ഈ വിവാദങ്ങളെല്ലാം നിൽക്കെ CPMന്റെ ഒരു നാറിയ കളി പുറത്തു വരുന്നുണ്ട്. CPM ഭരിക്കുന്ന ഇരിട്ടി നഗരസഭയിൽ അങ്കണവാടി വർക്കർ തസ്തികയ്ക്കുള്ള റാങ്ക് പട്ടികയിൽ യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി സഖാക്കന്മാരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും കുത്തിത്തിരികി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 12 വർഷം മുൻപ് അപേക്ഷ ക്ഷണിച്ച് 7 ദിവസങ്ങളിലായി നടത്തിയ അഭിമുഖത്തിന് ശേഷം പുറത്തിറങ്ങിയ പട്ടിക കണ്ട് ഞെട്ടിയിരിക്കുകയാണ് 1000-ഓളം അപേക്ഷകർ. അങ്കണവാടി വർക്കർ തസ്തികയ്ക്കുള്ള റാങ്ക് പട്ടിക എടുത്തു നോക്കിയാൽ 70 പേരുടെ പട്ടികയിൽ ആദ്യ റാങ്കുകാരി നഗരസഭയിലെ ഇപ്പോഴത്തെ CDS ചെയർപേഴ്സൺ ആണ്. 2ാം റാങ്ക് നഗരസഭ CPM കൗൺസിലറുടെ ഭാര്യയ്ക്ക്. CPM വാർഡ് അംഗത്തിന്റെ സഹോദരന്റെ ഭാര്യയ്ക്കാണ് 3ാം റാങ്ക്. 4ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് 2 തവണ നഗരസഭാ കൗൺസിലറായ DYFI വനിതാ നേതാവിന്. 5ാം റാങ്ക് CPM വാർഡ് അംഗത്തിന്റെ ഭാര്യയ്ക്ക്. നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്കാണ് 6ാം റാങ്ക്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടയാൾ 7ാമതെത്തി. പാർട്ടിയുടെ വാർഡ് കൗൺസിലറാണ് 8ാമത്. 11ാം റാങ്ക് നഗരസഭ വൈസ് ചെയർമാന്റെ മകൾക്കാണ്. 13ാം റാങ്ക് മുൻ വാർഡ് അംഗത്തിന്റെ മകന്റെ ഭാര്യയ്ക്ക്. ഇതിനിടയിൽ വരുന്നതും ശേഷം വരുന്നതുമായ റാങ്കുകളിൽ 90% CPM അനുഭാവികളും നേതാക്കളുടെ ബന്ധുക്കളും മറ്റും. 938 പേരാണ് 7 ദിവസത്തെ അഭിമുഖത്തിൽ പങ്കെടുത്തത്. നഗരസഭയിലെ 33 വാർഡുകളിലെ അങ്കണവാടികളിലേക്ക് നിലവിലുള്ളതും 3 വർഷത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒഴിവുകളിലേക്കുമാണ് പട്ടിക. 10ാം തരമാണ് അടിസ്ഥാന യോഗ്യത. ഇതിൽ 3 പേർക്ക് നിയമനവും നൽകി. ഭർത്താവ് മരിച്ച സ്ത്രീകളെയും BPL പട്ടികയിൽ ഉൾപ്പെട്ടവരെയും സമാന തസ്തികയിൽ താൽക്കാലികമായി ജോലി ചെയ്തവരെയും പുറത്തു നിർത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് CPM നിയമനം അട്ടിമറിച്ചെന്ന് UDF ആരോപിച്ചു. യോഗ്യതയാണ് മാനദണ്ഡം. അഭിമുഖത്തിൽ മികവ് തെളിയിച്ചവർക്കെല്ലാം മുഴുവൻ മാർക്ക് നൽകിയിരുന്നു. യോഗ്യതയും മറ്റ് മുൻഗണനാ മാർക്കും ലഭിച്ചവരാണ് റാങ്കിൽ 1ാമതായത്. ഇതിൽ മറ്റു കൈകടത്തലുകൾ ഒന്നുമില്ല എന്നാണ് നഗരസഭാ ചെയർമാൻ K. ശ്രീലതയുടെ വിശദീകരണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.